പശ്ചിമ ബംഗാളിൽ ഇനി മമതയ്ക്ക് ഒരു വിലയും ഉണ്ടാകില്ല. നിരോധിച്ച 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടിൻ്റെ ആ ഒരു രീതിയായിരിക്കും പശ്ചിമ ബംഗാളിൽ ഇനി പോലീസും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ ഭരണകൂടവും ഇനി മമതയോട് കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇനി ജയിലിൽ വരെ പോവാനുള്ള സാധ്യത ഉണ്ട്. പ്രതിപക്ഷ നേതാവ് പോലും മമത ഇരിക്കില്ല. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ പോലും മമതയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ വൻ രീതിയിൽ പൊട്ടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് മമത. ഇനി പശ്ചിമ ബംഗാളിൽ BJPക്കെതിരെ സമരവുമായി ചെന്നാൽ പശ്ചിമ ബംഗാൾ പോലീസ് 15 വർഷം മമത ആ പശ്ചിമ ബംഗാൾ പോലീസിനെ എടുത്ത് അതായത് മമതയുടെ വരുതിക്ക് നിർത്തിയതിൻ്റെ എല്ലാ ദേഷ്യവും പോലീസ് മമതയോട് കാണിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ മമതയുടെ തലമണ്ട വരെ പോലീസ് അടിച്ചു പൊട്ടിക്കും. അത് അടിച്ചു പൊട്ടിച്ചാലും ആരും ചോദിക്കാനും വരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പശ്ചിമ ബംഗാളിൽ പതിറ്റാണ്ടുകൾ നീണ്ട തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങളിലും അതീവമായ ഒരു സുപ്രധാന മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അടക്കമുള്ള നേതാക്കളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അൺഫോളോ ചെയ്തിരിക്കുകയാണ് കൊൽക്കത്ത പോലീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെയും അക്കൗണ്ടുകളാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസ് ഫോളോ ചെയ്തിട്ടുള്ളത്. മമതയുടെ അക്കൗണ്ട് എല്ലാം അൺഫോളോ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വൻ മാറ്റമുണ്ടായതിന് പിന്നാലെയാണ് കൊൽക്കത്ത പോലീസിന്റെ ഈ സുപ്രധാനമായ നീക്കമുണ്ടായത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഔദ്യോഗിക അക്കൗണ്ടുകളും കൊൽക്കത്ത പോലീസ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. രാവിലെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് മൈതാനത്തിലാണ് ചടങ്ങെല്ലാം തന്നെ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ NDA മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. BJPയുടെ കേന്ദ്ര നിരീക്ഷകരായ അമിത്ഷാ, മോഹൻ ചരൺ മാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. ഇതിന് പിന്നാലെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പശ്ചിമ ബംഗാൾ ഗവർണർ RN രവിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ബംഗാളിലെ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സദ്ഭരണത്തിനും ശ്രദ്ധ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, നിഷിത് പ്രമാണിക്, കുശിതറാം തുഡു, അശോക് കിർഥാനിയ എന്നിവരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ, ധർമ്മേന്ദ്ര പ്രധാൻ, വിവിധ സംസ്ഥാനങ്ങളിലെ ND മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്ത ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങിനാണ് കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് മൈതാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്.